हेलो एवरीवन, वेलकम बैक टू राज टॉक्स। दो दीवाने शहर में डायरेक्टेड बाय रवि उदयवार, മൃണാൾ താക്കൂർ, സിദ്ധാർത്ഥ് ചതുർവേദി. സിദ്ധാർത്ഥ് ചതുർവേദിയുടെ പടങ്ങൾ ഫോൺ ബൂത്ത്, പിന്നെ ഏതായിരുന്നു ഗെഹരായ, ഇതൊക്കെ കണ്ടവർക്കറിയാം. പുള്ളി അത്യാവശ്യം നല്ല പെർഫോമറാണ്. മൃണാൾ ഠാക്കൂർ ഓഫ് കോഴ്സ് വളരെ നല്ല പെർഫോമറാണ്. ഇതിലെ ഈ സിനിമ കാണാനുള്ള കഥ പറയാം, ഈ സിനിമ കണ്ട പശ്ചാത്തലം പറയാം. അസ്സി എന്നുള്ള സിനിമ കുറച്ച് മുമ്പ് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റായി, ഭയങ്കരമായിട്ട് അതിനകത്ത് ഇന്നായി കണ്ടൊരു സിനിമ. ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടില്ല. ആ റിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തന്ന ട്രോമ, ആ സിനിമ എനിക്ക് ഭയങ്കര എന്താ പറയുക, ക്ലോസ് ടു ഹാർട്ട് തന്നെയാണ്. പക്ഷേ അതിലൊരു ഭയങ്കര എഫക്റ്റ് ഉണ്ട് തലയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എന്നെ ചലഞ്ച് ചെയ്ത് കയറി കണ്ട പടം. ഈ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ വെച്ച് എടുത്ത കുറച്ച് വീഡിയോകൾ, അതിനകത്ത് ഈ സിനിമയുടെ ചില ദൃശ്യങ്ങൾ പെട്ടേക്കാം. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതല്ല. പക്ഷേ ഇതുകൊണ്ട് ആ സിനിമയ്ക്കോ ആർക്കും ആസ്വാദനത്തിനോ ഒരു പ്രശ്നവും തന്നെ വരാൻ പോകുന്നില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു. സാധാരണ ഞാൻ ഇങ്ങനൊന്നും പറയാറുള്ളതല്ല. അപ്പോൾ കഥ എന്ന് പറയുന്നത്, ഇപ്പോൾ ദോ ദിവാനെ ഷെഹർ മേ എന്ന് പറയുന്നത് ദോ ദിവാനെ ഗാവ് മേ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മേ, ഉസ്ബെക്കിസ്ഥാൻ മേ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു പ്രശ്നമില്ലാത്തൊരു പടം. ഇത് അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. മൃണാൾ ഠാക്കൂർ ഭയങ്കര സുന്ദരിയാണ്. മറ്റേ പുള്ളി എന്തായിരുന്നു, സിദ്ധാർത്ഥ് ചതുർവേദി, പുള്ളിയും നല്ല അടിപൊളി ലുക്കാണ്, കാര്യങ്ങളൊക്കെയാണ്. ഒരു ഏർബൻ സ്റ്റൈലിൽ ഡൽഹിയിൽ നടക്കുന്ന, ബോംബെയിൽ നടക്കുന്നൊരു കഥ. സിദ്ധാർത്ഥ് ചതുർവേദിയുടെ ക്യാരക്ടറിന് ഒരു ചെറിയ ലിസ്പുണ്ട്. താപ്പാനയിലെ മമ്മൂക്കയെ പോലെ ചില വാക്കുകൾ, പ്രത്യേകിച്ച് ആ എസ് എന്ന് പറയുന്ന സംഭവം ഉച്ചരിക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻഹിബിഷൻസ്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി നടത്തുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊരു വലിയ സംഭവമായിട്ട് ചെയ്ത് ഇതിൻ്റെ പേ ഓഫ് എങ്ങനെ വരും, ഈ ക്യാരക്ടർ എങ്ങനെ അവസാനം ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ അറിയാം. ഇതിൻ്റെ പ്രൊഡ്യൂസർ സഞ്ജയ് ലീല ബൻസാലിയാണ്. അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ പുള്ളി കണ്ട ഒരു എന്താ പറയുക, ദേവദാസ് അല്ലെങ്കിൽ ആ പഴയ കാലഘട്ടത്തിൽ പുള്ളി പറഞ്ഞ കഥകളുടെ ഒരു മോഡേൺ വേർഷനുണ്ട്. അത് വേറെ ആരെയോ കൊണ്ട് പുള്ളിക്ക് ചെയ്യിക്കണമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ അത്ര വലിയ ഡിസാസ്റ്റർ ആണോന്ന് ചോദിച്ചാൽ, അതായത് ഡിസാസ്റ്ററായ കഥാതന്തുവാണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പടം ബേസിക്കലി ഒന്നുമില്ല. ഇവരുടെയൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒരു വലിയ പ്രശ്നമല്ല. നമ്മൾ ഇതിനേക്കാൾ ഈ പ്രശ്നങ്ങളിനെ, ഇപ്പോൾ ശ്രുതി വാത്മീകം അല്ലെങ്കിൽ അങ്ങനെ പടങ്ങളിലൊക്കെ നമ്മൾ ഇതിനും വൃത്തിക്ക് ഈ സബ്ജക്റ്റിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് അവതരിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മൃണാൾ ഠാക്കൂറിൻ്റെ ക്യാരക്ടറിൽ ഇതിനകത്ത് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പൊട്ടിപ്പോയ പ്രണയം, അല്ലെങ്കിൽ മൂക്ക് വലുതാണ്, അല്ലെങ്കിൽ ബോഡി ഇൻഹിബിഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു ഗ്ലാസ് വയ്ക്കുന്നുണ്ട്, ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മേഹൂനയ്ക്കകത്ത് ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ തുപ്പൽ വരുമല്ലോ, അപ്പോൾ ഷാറൂഖ് ഖാൻ ഇങ്ങനെ ഇത് വെച്ചിട്ട് അതിനൊരു വൈപ്പറൊക്കെ വെച്ചിട്ട് ഒരു സംഭവമൊക്കെ ചെയ്യും. അതുപോലത്തെ ഒരു ഗ്ലാസ്, അതിന് 2 വൈപ്പറിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അസ്സി തന്ന ട്രോമയും ആ ഒരു ഭയങ്കര ഭാരിച്ച ഹൃദയവേദനയൊക്കെ മാറിക്കിട്ടി. ലൈറ്റായിട്ട് ഇതിങ്ങനെ ഇരുന്ന് കണ്ടു. തിയേറ്ററിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം ക്ലിപ്പൊക്കെ ഇവിടെ തന്നെ വയ്ക്കാം. അങ്ങനെ തുടങ്ങി. എന്താ പറയുക, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലല്ലോ. കഥ സ്മൂത്തായിട്ട് പോകുന്നു. സോ ലെറ്റ്സ് പുട്ട് എ കോൺഫ്ലിക്റ്റ് ഹിയർ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാം, ഇവർ തമ്മിൽ വെറുതെ ഉടക്കട്ടെ, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് കാണട്ടെ. അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇങ്ങനെ സ്മൂത്തായി പോയി. അവസാനം ശുഭം കല്യാണം കഴിച്ചു. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിനു മുമ്പുള്ള റിവ്യൂവിൽ, എഗെയിൻ ബാക്ക് ടു അസി റിവ്യൂ, ഞാൻ പറഞ്ഞു ഞാൻ ആരെയും അങ്ങനെ സിനിമ കാണണമെന്നോ അങ്ങനെയൊന്നും പ്രേരിപ്പിക്കുന്ന ഒരാളല്ല എന്ന്. എൻ്റെ റിവ്യൂ കൊണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സ്വയം ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ പൊതുവേ പറയാറ്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ നെറ്റ്ഫ്ലിക്സ് സെയിൽസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. സോ വാച്ച് ഇറ്റ് ഓൺ നെറ്റ്ഫ്ലിക്സ്. വെറുതെ ഇത് കാണാൻ വേണ്ടി ആരും, മൃണാൾ ഠാക്കൂർ സുന്ദരിയാണ്, ധനുഷിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ധനുഷിനെ കല്യാണം കഴിക്കുന്നു, പുള്ളിക്കാരിക്ക് ഇനിയും കരിയർ ഉണ്ടല്ലോ എന്നൊക്കെ ഒരുപാട് ആകുലപ്പെട്ടു. അല്ലാതെ ധനുഷിന് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമല്ല എൻ്റെ പ്രശ്നം. അതായത് പുള്ളിക്കാരി ഇങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിലൊതുക്കേണ്ട ഒരാളല്ല, ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരാളാണെന്നുള്ള ഒരു ആകുലതയിൽ, അല്ലാത്ത ആകുലത തന്നെയാണ്. എനിവേസ്, അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് നടത്തുന്നു. പുള്ളിക്കാരിയെ കാണാം എന്നൊക്കെ വിചാരിച്ച്, നല്ല രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരി നല്ല നല്ല ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് നല്ല സ്മൈലൊക്കെ ആയി വരുന്നുണ്ട്. നല്ല ഐ ക്യാൻഡി റോളൊക്കെയാണ്. അഭിനയിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട്. ബട്ട് യു ക്യാൻ വാച്ച് ഇറ്റ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ.